മഞ്ചേശ്വരത്ത് ഇൻഷുറൻസ് ഏജന്റിനെ വീട്ടിൽ കയറി തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. കർണാടകയിലെ സകലേഷ്പുരയിൽ നിന്നാണ് ഇവരെ മഞ്ചേശ്വരം ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. This news sponsored by ഏനപ്പോയ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊടിയൽ ബയൽ, മംഗളൂർ. മംഗളൂരു സ്വദേശികളായ അബൂബക്കർ അനസ്, നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ അബ്ദുൽ ഗഫൂർ, ഷിഹാബ്, റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായതെന്നും ഇവർക്കൊപ്പമുണ്ടായിരുന്ന രാജസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥനെന്ന് സംശയിക്കുന്നയാളും പൂനമെന്ന ഇടനിലക്കാരനും തങ്ങളെ വെട്ടിച്ച് രക്ഷപ്പെട്ടതായും പോലീസ് അറിയിച്ചു. ഞായറാഴ്ച വൈകിട്ടോടെയാണ് മഞ്ചേശ്വരം ഇൻസ്പെക്ടർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം പ്രതികളെ കർണാടകയിലെ സകലേഷ്പുരത്ത് വെച്ച് പിടികൂടിയത്. അതായത് കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹ്മാൻ എന്ന ആളെ തട്ടിക്കൊണ്ടുപോയതായിട്ടല്ല, ആദ്യം ഞങ്ങൾ രാജസ്ഥാൻ പോലീസ് കൊണ്ടുപോയതായിട്ടാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പം പോലീസുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ അന്വേഷണം നടത്തി. അപ്പം രാജസ്ഥാനിൽ ഈ പറഞ്ഞ സ്ഥലത്ത് FIR ഉണ്ടായിരുന്നു, പക്ഷേ അവർ ആളെ അയച്ചിട്ടില്ല എന്നാണ് കിട്ടിയ വിവരം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ FIR രജിസ്റ്റർ ചെയ്തു, അന്വേഷണം തുടങ്ങി. നല്ല രീതിയിൽ അന്വേഷണം തുടങ്ങി. അങ്ങനെ ഇപ്പോൾ അബ്ദുൾ റഹ്മാനെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. അതോടൊപ്പം 4 പ്രതികളെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തു. 4 പ്രതികളും ഞങ്ങൾ ബാംഗ്ലൂർ ഇങ്ങോട്ടുള്ള അന്വേഷണത്തിലാണ്. ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ചു വന്ന് സകലേഷ്പുര, പമ്പുവേൽ എന്നീ ബാംഗ്ലൂരിലുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഇവരെ പിടികൂടുന്നത്. ഞായറാഴ്ച രാത്രിയോടെ ഇവരെ മഞ്ചേശ്വരത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. മഞ്ചേശ്വരം കൊമ്പൻകുന്നിലെ ഇൻഷുറൻസ് ഏജന്റായ അബ്ദുൾ റഹ്മാൻ എന്ന 60-കാരനെയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 10:30 ആറംഗ സംഘം തട്ടിക്കൊണ്ടുപോയത്. വീട്ടിലെത്തിയ സംഘം അബ്ദുൾ റഹ്മാനെ ബലം പ്രയോഗിച്ചും മർദ്ദിച്ചും കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. ഇതിനിടയിൽ തടയാൻ ശ്രമിച്ച ഭാര്യ താഹിറയെ തള്ളിവീഴ്ത്തുകയും ചെയ്തു. താഹിറയുടെ പരാതിയിൽ കേസെടുത്ത മഞ്ചേശ്വരം പോലീസ് മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് മണിക്കൂറുകൾക്കകം പ്രതികളെ വലയിലാക്കിയത്. തട്ടിക്കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ പോലീസ് യൂണിഫോം ധരിച്ച ഒരാൾ ഉണ്ടായിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞിരുന്നു. ഇയാൾ യഥാർത്ഥ പോലീസുകാരനാണോ എന്ന് പരിശോധിച്ച് വരികയാണെന്നും തങ്ങളെ വെട്ടിച്ച് രക്ഷപ്പെട്ടത് യഥാർത്ഥ പോലീസുകാരൻ തന്നെയാണെന്നത് സംബന്ധിച്ച ചില സൂചനകൾ ലഭിച്ചതായും അന്വേഷണ സംഘം പറഞ്ഞു. ഈ 4 പ്രതികളെയും പിടികൂടുന്നതിനിടയിലാണ് ആ പോലീസുകാരനും ഇടനിലക്കാരനായ പൂനവും ഓടിപ്പോയത്. അബ്ദുൾ റഹ്മാന്റെ മകൻ മുമ്പ് മണി ചെയിൻ ഇടപാടുകളിൽ സജീവമായിരുന്നത്രേ. ഇതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കത്തിൽ രാജസ്ഥാനിൽ കേസുള്ളതായും വിവരമുണ്ട്. പണമിടപാട് പ്രശ്നം തീർക്കാൻ വിലപേശലിനായി പിതാവിനെ കസ്റ്റഡിയിലെടുത്ത് സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. അബ്ദുൾ റഹ്മാന്റെ മകൻ പ്രതികളിൽ ഒരാളുടെ സഹോദരിയിൽ നിന്ന് നേരത്തെ 50 പവൻ സ്വർണം വാങ്ങിയതായും ഇതുൾപ്പെടെ ഏതാണ്ട് 1 കോടിയോളം രൂപയുടെ ഇടപാട് നടന്നതായുള്ള ചില സൂചനകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.